കഴുത്തുവേദന സ്ഥിരമായി ഉണ്ടാകാറുണ്ടോ? കഴുത്തിൽ നിന്ന് കൈയിലേക്ക് വേദനയോ മരവിപ്പോ വരാറുണ്ടോ? കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? മൊബൈലോ ലാപ്ടോപ്പോ കൂടുതലായി ഉപയോഗിച്ചാൽ വേദന കൂടാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് സർവൈക്കൽ സ്പോണ്ടൈലോസിസ് ആയിരിക്കാം. സർവൈക്കൽ സ്പോണ്ടൈലോസിസിന് വ്യത്യസ്തമായ സ്റ്റേജുകൾ ഉണ്ടെന്ന് അറിയാമോ? നിങ്ങളുടേത് ഏത് സ്റ്റേജിലാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? പറഞ്ഞു തരാം. സർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന രോഗമല്ല. കാലക്രമേണ കഴുത്തിലെ ഡിസ്ക്, ലിഗമെന്റ്, ജോയിന്റ്സ് ഇവയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ രോഗത്തിന്റെ തീവ്രതയും പലരിലും വ്യത്യസ്തമാകുന്നത്. ആദ്യഘട്ടം അഥവാ ഏർലി സ്റ്റേജ്. ഈ ഘട്ടത്തിൽ കഴുത്തുവേദന, കഴുത്തുമുറുകൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴുത്തിന് സ്റ്റിഫ്നെസ്, കൂടുതൽ നേരം മൊബൈലോ ടിവിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വേദന കൂടൽ തുടങ്ങിയ ലക്ഷണങ്ങളായിരിക്കും. സാധാരണ ഈ ഘട്ടത്തിൽ കൈയിലേക്ക് വേദന തോന്നാറില്ല. രണ്ടാമത്തെ ഘട്ടം അഥവാ മോഡറേറ്റ് സ്റ്റേജ്. ഈ ഘട്ടത്തിൽ ഡിസ്കിലെയും അസ്ഥികളിലെയും എല്ലാം മാറ്റം നെർവ് റൂട്ടിനെ അഥവാ ഞരമ്പുകളെ ബാധിക്കാൻ തുടങ്ങാം. അപ്പോൾ കഴുത്തിൽ നിന്ന് തോളിലേക്കോ കൈയിലേക്കോ പോകുന്ന വേദന, മരവിപ്പ്, തരിപ്പ്, കൈകൾക്ക് ബലക്കുറവ് മുതലായ ലക്ഷണങ്ങൾ ഉണ്ടാകാം. മൂന്നാമത്തെ ഘട്ടം അഡ്വാൻസ് സ്റ്റേജ്. ഈ ഘട്ടത്തിൽ സ്പൈനൽ കോഡിന് സമ്മർദ്ദം ഉണ്ടാകുന്ന അവസ്ഥ വരാം. നടക്കുമ്പോൾ ബാലൻസ് കുറയുക, കൈകൾ കൊണ്ട് ചെറിയ ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ബട്ടൺ ഇടാനുള്ള ബുദ്ധിമുട്ട്, കൈകളുടെ നിയന്ത്രണം കുറവായി കൂടുതൽ ക്ലംസിയായി അനുഭവപ്പെടുക, അപൂർവമായി മലമോ മൂത്രമോ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ട്. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ ഒരു കാരണവശാലും വൈകിപ്പിക്കരുത്. ഓർക്കുക, എക്സ്റേ അല്ലെങ്കിൽ MRIയിൽ സിവിയർ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് എഴുതിയ കൊണ്ട് സർജറി ആവശ്യമാണെന്ന് അർത്ഥമില്ല. അതുപോലെ റിപ്പോർട്ടിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമുള്ള പല രോഗികൾക്കും വളരെ ശക്തമായ ലക്ഷണങ്ങളും അനുഭവപ്പെടാം. അതുകൊണ്ട് റിപ്പോർട്ട് മാത്രമല്ല, രോഗിയുടെ ലക്ഷണങ്ങളും ക്ലിനിക്കൽ എക്സാമിനേഷനുമാണ് ചികിത്സ നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ശരിയായ ഘട്ടത്തിൽ രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സ ആരംഭിക്കുമ്പോൾ ഞാൻ പല രോഗികളിലും വേദന കുറയുന്നതായും കഴുത്തിന്റെ ചലനശേഷി മെച്ചപ്പെടുന്നതും കൈയിലേക്കുള്ള വേദനയും മരവിപ്പും മാറുന്നതും അതുവഴി രോഗത്തിന്റെ പുരോഗമനം തടയാൻ സാധിക്കുന്നതും കാണാറുണ്ട്. അടുത്ത വീഡിയോയിൽ സർവൈക്കൽ സ്പോണ്ടൈലോസിസ് കാരണമുള്ള വേദന കുറയാനുള്ള 3 എക്സസൈസുകൾ കാണിച്ചു തരാം. ആ വീഡിയോ കാണാൻ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ. കഴുത്തുവേദന കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കൂ. കഴുത്തുവേദനയെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ.